സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ കേരളം ഫൈനലിൽ. സെമിയിൽ പഞ്ചാബിനെ എതിരില്ലാത്ത 4 ഗോളിന് തകർത്തു. ഫൈനലിൽ കേരളം സർവീസസിനെ നേരിടും. കേരളത്തിന്റേത് 16ാം സന്തോഷ് ട്രോഫി ഫൈനൽ. മനീഷ് ഐഷ മാത്യു സ്പോർട്സ് ഡെസ്കിൽ നിന്ന് നമ്മളോടൊപ്പമുണ്ട്. മനീഷ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? ആനന്ദ്, ആസാമിൽ നടന്ന മത്സരത്തിൽ കേരളത്തിന്റെ സർവാധിപത്യമാണ് സെമി ഫൈനലിൽ കാണാൻ കഴിഞ്ഞത്. അതായത് ആദ്യ പകുതിയിൽ തന്നെ 3 ഗോളുകളാണ് പഞ്ചാബിന്റെ പോസ്റ്റിലേക്ക് കേരളം അടിച്ചു കയറ്റിയത്. അങ്ങനെ 90 മിനിറ്റുകൾ അവസാനിക്കുമ്പോൾ 4-0 എന്ന് പറയുന്ന ഏകപക്ഷീയമായ വിജയമാണ് കേരളം സെമിയിൽ സ്വന്തമാക്കിയത്. എന്തായാലും തുടക്കം മുതൽ തന്നെ കേരളത്തിന്റെ താരങ്ങൾ പഞ്ചാബിന്റെ ബോക്സിലേക്ക് ഇരച്ചു കയറുന്ന കാഴ്ചയാണ് അസാമിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. അങ്ങനെ നിരന്തരമുള്ള കേരളത്തിന്റെ അറ്റാക്കിനൊടുവിലാണ് 34ാമത്തെ മിനിറ്റിൽ ആദ്യ ഗോൾ എത്തുന്നത്. മുഹമ്മദ് റിയാസ് ആണ്. മുഹമ്മദ് റിയാസ് അങ്ങനെ ഇരട്ട ഗോളുകൾ പൂർത്തിയാക്കുകയും ചെയ്യും. മുഹമ്മദ് റിയാസ്, അതുപോലെ തന്നെ അജിസിൽ, അതുപോലെ വിഘ്നേഷ് എന്നിവരാണ് കേരളത്തിന് വേണ്ടി ഗോൾ നേടിയത്. അങ്ങനെ ഏകപക്ഷീയമായ ഒരു വിജയം സെമി ഫൈനലിൽ കേരളം സ്വന്തമാക്കി. നേരത്തെ ഗ്രൂപ്പ് ഘട്ടത്തിലും പഞ്ചാബിനെതിരെ കേരളം 3-1 എന്ന സ്കോറിന് വിജയം സ്വന്തമാക്കിയിരുന്നു. എന്തായാലും ഞായറാഴ്ച നടക്കുന്ന ഫൈനലിൽ സർവീസസ് ആണ് കേരളത്തിന്റെ എതിരാളി. സർവീസസ് ഈ ഗ്രൂപ്പ് ഘട്ടത്തിൽ കേരളത്തിനെ 1-0 പരാജയപ്പെടുത്തിയിരുന്നു. കേരളം ഈ ടൂർണമെന്റിൽ ആകെ പരാജയം ഏറ്റുവാങ്ങിയത് സർവീസസിനോട് മാത്രമാണ്. ആ സർവീസസ് ആയിട്ടാണ് ഈ വരുന്ന ഞായറാഴ്ച കേരളത്തിന്റെ ഫൈനൽ ഉണ്ടാവുക. എന്തായാലും കേരള ഫുട്ബോളിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫൈനൽ കൂടിയാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ വർഷം ഹൈദരാബാദിൽ നടന്ന സന്തോഷ് ട്രോഫിയിൽ അവസാന ഫൈനലിൽ 1 ഗോളിനാണ് വെസ്റ്റ് ബംഗാളിനോട് കേരളം പരാജയപ്പെടുന്നത്. ആ കിരീടം തിരിച്ചു പിടിക്കാൻ വേണ്ടിയാണ് നിലവിൽ ഇപ്പോൾ കേരളത്തിന്റെ യുവനിരത അവിടെ എത്തിയിരിക്കുന്നത്. എന്തായാലും അസമിൽ ആദ്യ മത്സരം മുതൽ ഈ സെമി ഫൈനൽ വരെ നോക്കുകയാണെങ്കിൽ ഓരോ മത്സരത്തിലും പ്രകടനം മെച്ചപ്പെടുത്തുന്ന കേരള ടീമിനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും പഞ്ചാബിനെതിരെ സർവാധിപത്യമായിരുന്നു കളത്തിൽ കേരളം പ്രകടിപ്പിച്ചത്. അതിന് ഫലമായി എതിരില്ലാത്ത 4 ഗോളുകൾക്കാണ് പഞ്ചാബിനെ പരാജയപ്പെടുത്തി കേരളം 16ാമത്തെ ഫൈനലിൽ എത്തിയിരിക്കുന്നത്. എന്തായാലും സർവീസസും അതുപോലെ തന്നെ കേരളവും അവരുടെ 8ാം സന്തോഷ് ട്രോഫി കിരീടത്തിന് വേണ്ടിയായിരിക്കും ഞായറാഴ്ച ഫൈനലിൽ ഏറ്റുമുട്ടുക. മനീഷ്, തുടരൂ. യു ഷറഫ് അലി ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ്. ഷറഫ് അലി, എങ്ങനെ കാണുന്നു ഈ വിജയത്തെ? ഞങ്ങളുടെ സ്പോർട്സ് ഡെസ്ക് വിലയിരുത്തുന്നത് ഏകപക്ഷീയമായ, പഞ്ചാബിന് സാധ്യതകളൊന്നുമില്ലാത്ത വിധമുള്ള മുന്നേറ്റമായിരുന്നു കേരളം നടത്തിയതെന്നാണ്. ഫൈനലിന്റെ സാധ്യതകളെ എങ്ങനെ വിലയിരുത്തുന്നു? അതിൽ തന്നെ വളരെ സന്തോഷമുണ്ട്. അതോടൊപ്പം തന്നെ ടീം മെമ്പേഴ്സിന് അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. കഴിഞ്ഞ മത്സരങ്ങളൊക്കെ വിലയിരുത്തിയാൽ തന്നെ നമ്മൾ ഫൈനൽ പ്രവേശനം ഏകദേശം നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന രീതിയിലായിരുന്നു കേരളത്തിന്റെ പ്രകടനം. ലീഗ് മത്സരത്തിലും എല്ലാ മത്സരങ്ങളും നല്ല രീതിയിൽ തന്നെ കളിച്ചു. എന്നാൽ സർവീസസ് വീട്ടിലെ മത്സരങ്ങളിൽ മാത്രമാണ് നമുക്കൊരു പരാജയം ഏൽക്കേണ്ടി വന്നത്. അത് കണക്കാക്കേണ്ടതില്ലാന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം സർവീസസിന് ജയം അനിവാര്യമായ മത്സരം. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഓൾറെഡി ഗ്രൂപ്പ് വിന്നേഴ്സ് ആയിരിക്കുന്ന അവസരത്തിൽ സ്വാഭാവികമായിട്ടും സബ്സ്റ്റിറ്റ്യൂട്ടിലെ മാക്സിമം കളിക്കാരെ പരീക്ഷിക്കുന്ന രീതിയാണ് കേരളം അവിടെ ആ മത്സരത്തിൽ എടുത്തുള്ളൊരു തന്ത്രം. എല്ലാ കളിക്കാർക്കും കളിക്കാൻ അവസരം കൊടുത്തു. അതുപോലെ തന്നെ സീനിയർ ആയിട്ടുള്ള താരങ്ങൾക്ക് റെസ്റ്റ് കൊടുത്തു. അതിന്റെ ഗുണം നമുക്ക് കാണുകയും ചെയ്തു. ആസാമുമായിട്ടുള്ള ക്വാർട്ടർ ഫൈനലിൽ നല്ല ഒരു പ്രകടനത്തിലൂടെ കേരളം സെമിയിലെത്തി. സെമിയിലും പഞ്ചാബിനെ പരാജയപ്പെടുത്തി ഫൈനലിൽ എത്തി എന്ന് പറഞ്ഞാൽ നല്ലൊരു ടീം വർക്ക്. കഴിഞ്ഞ മത്സരങ്ങളൊക്കെ വിലയിരുത്തുമ്പോൾ തന്നെ ആത്മാർത്ഥമായിട്ട് കളിക്കുന്ന കളിക്കാർ, നല്ല ടീം കോമ്പിനേഷൻ, നല്ല ഫിനിഷിംഗ്, പൊതുവെ ഒരു ബാലൻസ്ഡ് ടീം എന്ന് തന്നെ പറയാം. കഴിഞ്ഞ കൊല്ലം നമുക്ക് നഷ്ടപ്പെട്ടു. ആ കിരീടം വീണ്ടും തിരിച്ചെടുക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ശരി ഷറഫ് അലി, പ്രതികരിച്ചതിന് ഏതായാലും വളരെ ആസൂത്രിതമായി, പ്ലാൻഡായി തന്നെയാണ് കേരളം മുന്നോട്ട് പോകുന്നതെന്നാണ് ഷറഫ് അലി പറയുന്നത്. മനീഷും ആ വിവരങ്ങളാണ് നൽകിയത്. പഞ്ചാബിനെ എതിരില്ലാത്ത 4 ഗോളിന് തകർത്ത് സന്തോഷ് ട്രോഫി ഫൈനലിലേക്ക് കേരളം കടന്നിരിക്കുന്നു.